ഹലോ ഗൈസ്, കുറേ നാളായിട്ടോ ബർഗർ തിന്നാൻ വല്ലാത്ത കൊതി. അപ്പോഴാണെങ്കിൽ എൻ്റെ മനസ്സും വയറും സമ്മതിക്കുന്നില്ല, വേഗം തിന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിലുണ്ടാക്കാം ബർഗർ ബണ്ണം തപ്പി നോക്കുമ്പോൾ അതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ ചിക്കൻ മേടിച്ച സ്ഥിതിക്ക് നമുക്ക് ബർഗർ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ ഇല്ലേ, അതെടുത്തിട്ടുണ്ട്. ഒരു 2-4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും, 1 സ്പൂൺ സോയാ സോസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ടയുടെ കുറച്ച് ചിക്കൻ എടുത്ത കാരണം ഞാൻ പകുതി കോഴിമുട്ട ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ ഈ പാത്രം വെക്കുക, പാത്രത്തിൽ ബട്ടർ ചൂടാക്കുക. ബട്ടറിലാട്ടോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആ അരച്ച ചിക്കനില്ലേ, അത് ഇതുപോലെ ബോളാക്കിയിട്ടുണ്ട്. ഇനി ആ ചട്ടിയിൽ വെച്ചിട്ടൊന്ന് പരത്തി, അതായത് അമർത്തിയിട്ട് പാറ്റി പോലെ ആക്കണം. അതാണ് നമ്മുടെ ബർഗർ പാറ്റി. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വലിയ പാറ്റി ആയിട്ടാണ് കിട്ടുക. നമുക്കിപ്പോൾ അത്ര വലിയ പാറ്റി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയ ഇതില്ല. അപ്പം ഞാൻ ചട്ടകം വെച്ചിട്ടൊന്ന് അമർത്തി നോക്കി, ശരിയാവണില്ല. അപ്പം ഈ പാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പരന്ന പാത്രമാണ്. പക്ഷെ നമ്മളങ്ങനെ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ, നമ്മുടെ ഐഡിയ ഉണ്ട്. നമ്മൾ സാധാ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പാറ്റി. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിടുക. ചിക്കൻ അരച്ച കാരണം പെട്ടെന്ന് വേവും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബണ്ണെടുക്കുക, സോഫ്റ്റ് ബണ്ണായിരിക്കണം. ബർഗർ ബണ്ണാണ് ഏറ്റവും നല്ലത്. അതില്ലാത്ത കാരണം ബണ്ണെടുത്തിട്ട് മുറിച്ചിട്ട് അതൊന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചീസ് വെച്ച്, ഞാൻ ഡബിൾ പാറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. എൻ്റെ പാറ്റി ചെറുതായ കാരണം കൊണ്ട് ഡബിൾ പാറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചീസ് അതിൻ്റെ മുകളിൽ വെച്ച് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ മയണൈസ് ഉണ്ടാക്കിയിട്ട് ഒരു ബർഗർ ബണ്ണിൽ അത് തേക്കുക. പിന്നെ സവോള, തക്കാളി, പിന്നെ നമ്മൾ ഡബിൾ പാറ്റി വിത്ത് ചീസ്, പിന്നെ അതിൻ്റെ മുകളിലും കൂടി കുറച്ച് ഞാൻ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. സോസ് വിത്ത് മയണൈസ് ചേർക്കുന്നുണ്ട്. പിന്നെ ലെറ്റ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം. അതൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ക്യാബേജും ഇല്ല. പിന്നെ ആ ബർഗർ ബണ്ണിൻ്റെ മുകളും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ എന്താ പറയുക, ഈ ബർഗർ കാണുമ്പോൾ അത്ര വലിയ രസമില്ല അല്ലേ. അത് കാരണം ഞാനത് ചിന്നുവിന് കൊടുത്തു. പിന്നെ എല്ലാവരും കഴിച്ചിട്ട് പറയുന്നുണ്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ വലിയ ചിലവില്ലാതെ സാധനം നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. അതാണ് വീട്ടിലുണ്ടാക്കിയാലുള്ള പ്രത്യേകത കേട്ടോ. പിന്നെ എൻ്റെ കുട്ടീനെ അറിയാലോ, ചോറൊന്നും ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടട്ടോ. ബർഗർ എന്നാണ് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചോറ് വേണ്ടാന്നേ. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാട്ടോ. അത്ര ഹെൽത്തി ഒന്നും അല്ല, പക്ഷെ നമുക്ക് അത്ര ആഗ്രഹം വരുമ്പോൾ വയറിനോടും മനസ്സിനോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണ്ടേ ഹെൽത്തി അല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ബർഗർ ഞാൻ തന്നെ തിന്നണല്ലോ. അപ്പോൾ ചീസ് ഉണ്ട്, ഡബിൾ പാറ്റി ആണ്, പിന്നെ സബോള ഉണ്ട്, തക്കാളി ഉണ്ട്, ബെന്നുണ്ട്, മയണൈസ് ഉണ്ട്, സോസ് ഉണ്ട്. ഇതെല്ലാം അതും കൂടിയിട്ടുള്ള എൻ്റെ ഒരു ക്ലാസിക് ബർഗറാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.